കൊച്ചിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ ഡാർക്ക് നെറ്റിലൂടെയുള്ള ലഹരിക്കടത്ത്. അതിൽ കുറേ ആളുകൾ അകത്താകുന്നത് നമ്മൾ കണ്ടതാണ്. അവരുടെ പുറകെ വലിയ തോതിൽ അന്വേഷണം നടക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നേതൃത്വത്തിൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. അവരുടെ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഗാഡ്ജറ്റുകളൊക്കെ ഇപ്പോൾ വിശദമായി പരിശോധിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തെങ്കിലും തുമ്പ് ഈ ഡോക്ടർ സ്യൂസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര തലവനുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും കിട്ടുമോ എന്നതാണ് അന്വേഷണ ഏജൻസികളുടെ ഏറ്റവും വലിയ ആകാംക്ഷ. അമൽ തന്നെയാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മളോടൊപ്പം ചേരുന്നത്. നോക്കാം എന്താണ് അന്വേഷണ ഏജൻസികളുടെ പുതിയ നീക്കമെന്ന്. അമൽ, ഏതായാലും ഇപ്പോൾ ഈ എഡിസൺ എന്ന് പറയുന്ന പ്രധാന പ്രതി, ഒപ്പം തന്നെ ഇയാളുടെ കൂട്ടാളികളായിരുന്ന ഇടുക്കിയിലെ റിസോർട്ട് ഉടമകളായ ദമ്പതികൾ, ഇവരെയൊക്കെ ചോദ്യം ചെയ്തു വരുന്നു. ഒപ്പം തന്നെ ഇവരുടെ ലാപ്ടോപ്പുകൾ, മൊബൈലുകൾ, മറ്റ് ഗാഡ്ജറ്റുകൾ ഇതൊക്കെ ശാസ്ത്രീയമായി പരിശോധിച്ചു വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള തുമ്പുകൾ, തെളിവുകൾ അന്താരാഷ്ട്ര മാഫിയയുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും കിട്ടുമോ എന്ന വലിയ ആകാംക്ഷയാണ് ഈ വാർത്തയെക്കുറിച്ച് പറയുന്ന ഓരോ മിനിറ്റിലും നമ്മളുടെ എല്ലാവരുടെയും മുന്നിലുള്ളത്. മനോ, തീർച്ചയായും അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലഹരിക്കടത്ത് എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഈ ഡാർക്ക് നെറ്റ് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നേതൃത്വത്തിൽ നിലവിൽ ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 ദിവസം മുന്നെയാണ് 4 ദിവസത്തെ കസ്റ്റഡിയിൽ ഈ പ്രതികളെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ശേഷം ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രധാനമായും 3 പേർ, അതായത് എഡിസൺ, ഒപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ഈ ഒരു കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ പെട്ട അതിൻ്റെ കൂട്ടുപ്രതി, ഒപ്പം തന്നെ ഡിയോൾ, ഇങ്ങനെ 3 പേരെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൽ ഡിയോളിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ അഞ്ജുവിനും ഈ എഡിസണുമായുള്ള ബന്ധം എന്താണ്, ഈ ഡാർക്ക് നെറ്റുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്താണ് ബന്ധം എന്നതുമായി ബന്ധപ്പെട്ടാണ് വ്യക്തതകൾ ലഭിക്കേണ്ടതുള്ളത്. ഇവരെ മറ്റൊരു കേസിൽ, അതായത് ഓസ്ട്രേലിയയിലേക്ക് ഈ ലഹരി കടത്ത് നടത്തിയ കേസിലാണ് ഈ ഡിയോളിൻ്റെ ഭാര്യയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവർക്ക് ഈ ഡാർക്ക് നെറ്റുമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്നാണ് ഒരു പ്രാഥമിക നിഗമനം ഉള്ളത്. എന്നാലും ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അതിനാൽ തന്നെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെയോടുകൂടി ഏകദേശം ഈ കസ്റ്റഡി സമാപിക്കുമെന്നാണ് മനസ്സിലാക്കുക. അതിനുശേഷം വീണ്ടും കോടതിയിൽ ഇവരെ ഹാജരാക്കുകയും ചെയ്യും. 4 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം ഒരു 6000-ഓളം ലഹരി ഇടപാടുകൾ ഈ എഡിസന്റെ നേതൃത്വത്തിൽ നടന്നു എന്നും ഇത്തരത്തിൽ അന്വേഷണ സംഘം മുന്നേ കണ്ടെത്തിയിരുന്നു. ഏകദേശം 10 കോടിക്ക് മുകളിൽ രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. അത് കൃത്യമായൊരു കണക്കല്ല, നിലവിലെ അന്വേഷണത്തിന്റെ ഭാഗമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് മറ്റ് ബിസിനസിന്റെ ഭാഗമായി മറ്റും ഇദ്ദേഹം ഉപയോഗിച്ചു എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തുതന്നെയായാലും അന്വേഷണം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഇദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറും ഒപ്പം തന്നെ ഫോണുകൾ അടക്കം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ ഈ ഫോണുകൾ അടക്കം നിലവിൽ കൊണ്ടിരിക്കുന്നു. ആരൊക്കെ ആയിട്ടാണ് ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് നിലവിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു പണമിടപാടുകൾ അടക്കം പരിശോധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ, കേരളത്തിന് പുറമെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെ ആവശ്യക്കാരായി എത്തിയിട്ടുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവരൊക്കെ കേന്ദ്രീകരിച്ച് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നേതൃത്വത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മനു, ശരി, ഏതായാലും അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. കാരണം ഡോക്ടർ സ്യൂസ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ ഇരുന്നു കൊണ്ട് നേതൃത്വം നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊരാളാണോ, ഒരു സംഘടനയാണോ എന്നൊന്നും ഇതുവരെ ഒരു വ്യക്തത ആർക്കും വന്നിട്ടില്ല. ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ, ഇവരുടെ ഈ ഗാഡ്ജറ്റുകളൊക്കെ പരിശോധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചേക്കാം എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഉള്ളത്. 4 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ ഈ പ്രതികളെ അനുവദിച്ചു നൽകുകയും ചെയ്തിരിക്കുന്നത്. വിവരങ്ങളാണ് അമൽനാഥ് നൽകിയത്.